എവരിവൺ. സോ നിങ്ങളെല്ലാവരും തമ്പ് കണ്ടിട്ട് ഓടി വന്നിരിക്കുമായിരിക്കും അല്ലേ? സോ നമ്മുടെ മോഡൽ എക്സാമിങ് അടുത്തെത്താറായി. വളരെ കുറച്ച് ദിവസം കൂടി നമ്മുടെ മോഡൽ എക്സാമിന് ബാക്കിയുള്ളൂ. അപ്പോൾ നിങ്ങൾ മോഡൽ എക്സാമിന് കമ്മിറ്റ് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സിനെ പറ്റിയാണ് മിസ് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമതായിട്ട്, നമ്മൾ ഒരിക്കലും ഒരു പബ്ലിക് എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് മോഡൽ എക്സാമിനെ കാണാറില്ല. എല്ലാവരും പറയുന്നത് കേൾക്കാം, മോഡൽ എക്സാം അല്ലേ, അത് അങ്ങനെ എഴുതിയാൽ പോരെ എന്നുള്ള രീതിയിൽ. പക്ഷെ ഒരിക്കലുമല്ല. നിങ്ങൾ എപ്പോഴും ഒരു പബ്ലിക് എക്സാമിൻ്റെ ഇമ്പോർട്ടൻസോട് കൂടി തന്നെ എന്ത് വേണം, മോഡൽ എക്സാം അറ്റംപ്റ്റ് ചെയ്യാനായിട്ട്. സോ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ എപ്പോഴും ഒഴിവാക്കണം. രണ്ടാമതായിട്ട് പറയാനുള്ളത് ടൈം മാനേജ്മെൻറ്റിനെ പറ്റിയാണ്. കുറേ മക്കൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, മോഡൽ എക്സാമിൻ്റെ പേപ്പർ കിട്ടില്ല, സോ എങ്ങനെയെങ്കിലും എഴുതിയാൽ പോരെ, ക്വസ്റ്റ്യൻസ് ഒക്കെ സ്കിപ്പ് ചെയ്യാലോ എന്നുള്ളത്. മക്കളെ, പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ടൈം എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എപ്പോഴും മോഡൽ എക്സാം കൃത്യമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്ത് എഴുതണം. എന്നാൽ മാത്രമേ പബ്ലിക് എക്സാമിലേക്ക് നമുക്ക് എങ്ങനെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ എന്നുള്ളത് മനസ്സിലാകും. കാരണം ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉള്ള ടൈം അല്ല ഒരു 8 മാർക്കിനുള്ള ക്വസ്റ്റ്യന് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ എഴുതേണ്ടത്, എത്ര സമയം ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മോഡൽ എക്സാമിലൂടെ മാത്രമേ മനസ്സിലാകുള്ളൂ. ആൻഡ് ദ തേർഡ് വൺ, ക്വസ്റ്റ്യൻ മനസ്സിലാക്കി തന്നെ നിങ്ങൾ ഉത്തരം എഴുതുക. മോഡൽ എക്സാം ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും അറ്റംപ്റ്റ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലല്ല. ക്വസ്റ്റ്യൻ കൃത്യമായി വായിച്ച് എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അത് മാത്രം ആൻസർ ആയിട്ട് എഴുതുക. ക്വസ്റ്റ്യൻസ് ട്വിസ്റ്റഡ് ആവാനും കറക്കിയൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രോബ്ലം പേപ്പർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രോബ്ലത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഒരു 2ഓ 3ഓ എവിടെയെങ്കിലും കൂടി പോയാൽ തന്നെ നിങ്ങളുടെ ആൻസർ ഫുള്ള് തെറ്റിപ്പോകും. എക്സാമ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കാൽക്കുലേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ തന്നെ ആൻസർ മൊത്തത്തിൽ മാറുകയും നെഗറ്റീവ് കോറിലേഷൻ പോസിറ്റീവ് ആവുകയും പോസിറ്റീവ് നോ ആവുകയും ഒക്കെ ചെയ്യാറുണ്ട്. സോ കൃത്യമായിട്ട് കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുമ്പോൾ മനസ്സ് ക്വസ്റ്റ്യൻ പേപ്പറിലും ആ എക്സാം ഹോളിലും തന്നെ വേണം. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് സെൽഫ് കെയർ. പബ്ലിക് എക്സാമിലേക്ക് നല്ല ഉറക്കമൊക്കെ നമ്മൾ കൃത്യമായിട്ട് കിട്ടി, നല്ല ഫുഡൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ടൊക്കെ ആയിരിക്കും പബ്ലിക് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളല്ലേ. അതേപോലെ ആയിരിക്കില്ല മോഡൽ എക്സാം. ഒരു ഹറിബറി ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്ന രീതിയിലായിരിക്കും മോഡൽ എക്സാം എഴുതാൻ വേണ്ടി നിങ്ങൾ പോകുന്നത്. പക്ഷെ അങ്ങനെ ആവാതെ 8 മണിക്കൂർ സ്ലീപ്പ്, കൃത്യമായിട്ടുള്ള പഠനം, കൃത്യമായിട്ടുള്ള ഫുഡ്, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഇതൊക്കെ നിങ്ങൾ എന്ത് വേണം, മോഡൽ എക്സാമിന് കൂടെ നിങ്ങൾ തയ്യാറാക്കി വെക്കണം. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഇസ് അനാലിസിസ് ആൻഡ് ഇംപ്രൂവ്മെന്റ്. മോഡൽ എക്സാം കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യേണ്ട, ഇനി പബ്ലിക് എക്സാമിലേക്ക് എന്തെങ്കിലും പഠിക്കാമെന്ന് പറഞ്ഞിരിക്കരുത്. മോഡൽ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും, അല്ലെങ്കിൽ ആ മിസ്സിനെ വിളിച്ച് ചോദിക്കാം, മിസ്സേ എനിക്ക് ഈ സബ്ജക്റ്റിൽ എത്ര മാർക്ക് ഉണ്ട് എന്നുള്ളത് അല്ലേ. അപ്പോൾ മിസ്സ് പറയും ഇത്ര മാർക്കാണ്. ചില സ്കൂളിലൊക്കെ പേപ്പർ കൊടുക്കും, എന്നാൽ ചില സ്കൂളിലൊന്നും പേപ്പർ കൊടുക്കില്ല. അങ്ങനെ പേപ്പർ കൊടുക്കാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ എത്ര മാർക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന ഏരിയയിലാണ് എനിക്ക് മാർക്ക് കുറഞ്ഞത്, ഇവിടെ ഞാൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഏത് ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ്ലി ചോദിച്ച ക്വസ്റ്റ്യൻസ്, ഇനി ആ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്യണം. ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്ത് ഒരു കമ്പൈൻ സ്റ്റഡി ഒക്കെ ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്ത് നിങ്ങൾ നടത്തണം. എന്നാൽ മാത്രമേ പബ്ലിക് എക്സാമിലേക്ക് നമുക്ക് അടിപൊളി മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും ഈ 5 മിസ്റ്റേക്ക് ഒഴിവാക്കി നല്ല അടിപൊളിയായിട്ട് പബ്ലിക് എക്സാമിൻ്റെ ആ ഒരു ശ്രദ്ധയോടെ തന്നെ മോഡൽ എക്സാം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്.